അപ്പൊ സന്തോഷമായിട്ട് പോയട്ടെ. സാറിന് എന്റെ അന്വേഷണം അറിയിച്ചു. പിന്നെ ക്യാഷ് ഡ്രാഫ്റ്റ് ആയിട്ട് എന്ത് ഇവിടെ വന്നിരിക്കണേ? നീ നിന്റെ ആവശ്യം അറിയാൻ അല്ല, ഇരിക്കണ ഇരിപ്പ് വേണ്ടിട്ട് എന്തോ വള്ളിക്കെട്ടും പിടിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പരിചയമില്ലാത്ത രണ്ടുപേര് പോവുകയും ചെയ്യണം. പൈസ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവും മരേന്ന്. എടാ നീ നിന്റെ കാര്യം നോക്കി പോടാ ഇറക്കാൻ. പൈസ ഇല്ലാത്ത എടാ അമ്മ വന്ന എന്തിനെന്നറിയാം? എന്റെ പഴയ ഒരു സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ശിഷ്യന്മാരാണിത്. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടതാണ്. ഏത് സുഹൃത്തിന്റെ? എടാ എനിക്ക് എത്രയോ കലാകാരന്മാർ അറിയാടേ. വലിയൊരു കലാകാരന്മാർ എനിക്കറിയാം. അവർ പറഞ്ഞു വിട്ടത് എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിട്ടതാണ്. സിനിമ? നീയാ? 2.5 മണിക്കൂറൊക്കെ തിയേറ്ററിൽ ഓടുന്ന സിനിമയാ? അതെ, 2.5 മണിക്കൂറുള്ള ഷോർട്ട് ഫിലിം. 2.5 മണിക്കൂറുള്ള ഷോർട്ട് ഫിലിമാ? ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ? അല്ല, ഞാൻ കട്ട് ചെയ്തിട്ട് ചെറുതാക്കും. എന്നിട്ട് കട്ട് ചെയ്യണമെങ്കിൽ എന്തിനാ എടുക്കണത്? എടുക്കുമ്പോൾ സുഖം, കട്ട് ചെയ്യുമ്പോൾ സുഖം കേട്ടാ. അവിടെ ഇനി ഉള്ള കടയും കൊടുത്ത് അതിനെ അടച്ചു കൂട്ടി മുടിപ്പിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. സിനിമ ചെയ്യും, ഷോർട്ട് ഫിലിം കിട്ടി, പേര് കിട്ടി, ഭ്രമണപഥം. നീന, രാമു, നീന. നീന, എന്നെ തുടരുത്. രാമു, തൊട്ടാൽ നീ വിവരം അറിയും. രാമു, അങ്ങനെയെങ്കിലും ഞാൻ വിവരം അറിഞ്ഞോട്ടെ. നീന, ദ്രോഹി, എന്നെ നശിപ്പിച്ചിട്ട് വേണോ നിനക്ക് വിവരം അറിയാൻ? അങ്ങോട്ട് കേൾക്കണില്ല. എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാണ് ഞാൻ കണ്ടത് നീന. എല്ലാവന്മാരും പറയും ഈ പൈങ്കിളിയിലോട്ട് പോണല്ലോ ഭഗവാനെ, പൈങ്കിളിയിലോട്ട് പോണല്ലോ. കിട്ടി. എന്താണ് പരിപാടി? പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് പ്ലീസ്. ഇത് എന്നിട്ടാ പറഞ്ഞേ? എനിക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ടൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഗുണഗുണമാണോ പറഞ്ഞത്? ഞാൻ എങ്ങനെ വർക്ക് ചെയ്യും? വർക്ക് ഏതാന്ന് പറയുന്നിടം വരെ ഞാൻ ഗുണഗുണഗുണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഷൂട്ട് ചെയ്യാൻ പോണു. ഷൂട്ട് ചെയ്യാൻ പോണെന്ന്. ഷൂട്ടാ? എന്ത് ഷൂട്ട്? ഈ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോണം. അതിൻ്റെ ഒരു തിരക്കിലാണ്. അതിനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, കഥയൊക്കെ എന്നെ അറിയിപ്പിച്ചില്ലേ. ആരൊക്കെ അഭിനയിക്കണേ? അതൊക്കെ വലിയ താരങ്ങളൊക്കെയാണ് അഭിനയിക്കുന്നത്. അഭിനയിക്കാൻ അറിയാവുന്നതെല്ലാം വലിയ താരങ്ങളാണ്. അവരാണ് അഭിനയിക്കുന്നത്. ആരാണോ ഈ വലിയ താരങ്ങള്? അതല്ല ഞാൻ പറഞ്ഞു, അഭിനയിക്കാൻ അറിയുന്നതാണ് എന്റെ വലിയ താരങ്ങൾ. അവരാണ് അഭിനയിക്കുന്നത്. ഏത് താരങ്ങളാണെങ്കിലും ഇത് ഉടായ്പാണ്. എന്തെങ്കിലും കുട്ടമ്പറ മോളെ, എന്തെങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് നീ നന്നായിട്ട് തന്നെ നീ എന്നെ പ്രോത്സാഹിച്ചിട്ടുണ്ടോ? ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നിട്ടുണ്ടോ? എപ്പോഴും നെഗറ്റീവ് എനർജി തരാനുള്ളൂ. അല്ലെങ്കിൽ വിചാരിക്കണം അയാളെ ഒരു കാര്യം ചെയ്യണം, നമുക്ക് കൂടെ നിന്ന് അയാളെ സന്തോഷിപ്പിച്ച് അയാളെ വിജയത്തിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ? 55 കൊല്ലമായിട്ട് നന്നാവാത്തതാണ് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് നന്നാവാൻ പോണത്. സാധാരണ അച്ഛൻ എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും അമ്മ ഇതേ നെഗറ്റീവാണ് പറയാറ്. പക്ഷെ അമ്മ ഈ ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തില് അമ്മ അച്ഛന് ഫുൾ പോസിറ്റീവ് കൊടുക്കണം. ഓക്കെ, ഞാൻ പോസിറ്റീവ് പറയാണ്ടിരുന്നിട്ട് നന്നാവാതിരിക്കണ്ട. ഓക്കെ, പോസിറ്റീവ് കാണിച്ചു കൊടുക്കാച്ച. പോസിറ്റീവ് കൊടുത്ത അച്ഛൻ എങ്ങനെ വരുമെന്ന് കൂടെ നിൽക്കട്ടെ, ഞാൻ കയറിയൊക്കെ പോകും. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? എനിക്ക് പ്രത്യേകിച്ച് പറയാവുന്നു. അമ്മ നിർത്തിയപ്പം മോള് തുടങ്ങി. അച്ഛനല്ലേ ഈ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ മാത്രമല്ല, കഥാ, തിരക്കഥ, സംഭാഷണം, പിന്നെ സ്റ്റണ്ടിന്റെ കൊറിയോഗ്രാഫി വർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ പ്രഗത്ഭയായ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉള്ളപ്പോ എന്നിട്ട് എഴുതാൻ ഏൽപ്പിച്ച അച്ഛൻ? ഞാനല്ല, എനിക്ക് അപ്പൊ നീ ആയിരിക്കും. ഞാനല്ല, എനിക്കൊന്നും എഴുതാൻ അറിയില്ല. പോലും പോയിട്ടില്ല. എല്ലാരും കൂടെ എന്നെ കളിയാക്കണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് എന്റെ കാര്യമാ. ചേച്ചി ഇവിടെ ഉള്ള കാര്യം നമ്മള് മറന്നുപോയല്ലേ. ചേച്ചിയുടെ കാര്യം വിട്ടുപോയി ചേച്ചി. സാരമില്ല കേട്ടാ, പോട്ട്. എഴുതട്ടെ അവള്? ഞാൻ ഇവിടെ കൂടെ കൂട്ടാനാ. സിനിമയിൽ ബന്ധങ്ങളില്ല. ഞാൻ ഉത്സവം കാണാൻ പോവല്ല കുടുംബക്കാരെ ബന്ധുക്കളൊക്കെ വിളിച്ചുടങ്ങ് പോവാൻ. സിനിമയിൽ ബന്ധങ്ങളില്ല, സ്ഥാനമില്ല, കഴിവുറക്കാണ് സ്ഥാനം. കയറി വരട്ടെ, അതില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോകും. അല്ല, അവള് എഴുതട്ടെ. എന്നിട്ട് അവള് എഴുതിയിട്ട് ഫൈനല് നിങ്ങൾ എഴുതാ പോരെ? പിന്നെ എഴുത്. പക്ഷെ സ്ക്രീൻ പ്ലേക്ക് പറ്റിയ രീതി എഴുതണം. അടിപൊളിയായിട്ട് എഴുതും. അമ്മൂമ്മ കഥയും കൊച്ചുകൂടെ കഥയൊന്നും എഴുതി വെക്കരുത്. നെവർ. നിനക്ക് തന്നെ വിശ്വാസം ഉണ്ടോ? പിന്നെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്നെ രക്ഷിക്കും.
രക്ഷിക്കട്ടെ. ആ അച്ഛാ ഡോണ്ട് വെറി ചേച്ചി അടിപൊളിയായിട്ട് എഴുതിക്കോളൂ. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കേ. എന്തോന്ന് അല്ല ഞാൻ പറയുന്നത് ഈ എഴുതും പോലെ അത് സ്ക്രീനിൽ വരണമെന്നില്ല. പല പടങ്ങളും പൊട്ടിപ്പോടെ അങ്ങനെയാണ്. അതിപ്പോ ഇത് ഇറങ്ങട്ടെ, അപ്പൊ അറിയാലോ. പോസിറ്റീവ്. ആ അതാണ് പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. ആ ഒരു സമാധാനവും തരാത്ത രണ്ട് കുടുംബങ്ങളുടെ നടുവിൽ നിന്ന് പോകുന്ന ഞാൻ. എൻ്റെ ജീവിതം അന്യം നിന്ന് പോകുമോ ഭഗവാനെ. നായകൻ എണീറ്റ് പോടി, അടുക്കളയിൽ എന്തെങ്കിലും ജോലി. നമ്മളോട് പറയാനുള്ള മൊത്തം ആ പേപ്പറിൽ എഴുതാണ്. മനസ്സിലായില്ല? നായ എഴുന്നേറ്റ് പൊടിയുന്നു. ഇങ്ങനെയൊക്കെ എഴുതുമ്പോ എങ്ങനെ പോസിറ്റീവ് കൊടുക്കണം? ഞാൻ നായകൻ എന്നാണ് പറഞ്ഞത്. അവൾ കേട്ട നായകൻ. നായകൻ എന്നാ അമ്മ പറഞ്ഞേ. കേൾക്കേണ്ടത് എന്താ ഇത് ഉപയോഗിക്കാൻ കൊള്ളൂല.